സാൾട്ട് ആൻഡ് കംഫർട്ട് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2025 കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായി അപേക്ഷ സമർപ്പിച്ചവരുടെ പ്രൊഫൈൽ പരിശോധിക്കുന്നതിനും അപാകതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിക്കുന്നതിനുമുള്ള അവസരം ഇപ്പോൾ സിയുടെ വെബ്സൈറ്റിൽ നിലവിൽ വന്നിട്ടുണ്ട്. 12/5/2025 വൈകുന്നേരം 3 മണി വരെയാണ് ഈ പ്രൊഫൈൽ പരിശോധിച്ച് ഈ അപാകതകൾ പരിഹരിക്കാനുള്ള അവസരം നൽകിയിരിക്കുന്നത്. കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്കിൽ അപേക്ഷാ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ പേജ് കാണും. എന്തെങ്കിലും മെമ്മോ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോയിലോ സിഗ്നേച്ചറിലോ എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ മെമ്മോ ഡീറ്റെയിൽസ് എന്ന ഒരു ടാബും കൂടെ നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ തൊട്ട് താഴെ കാണാൻ സാധിക്കും. ആ മെമ്മോ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തിലാണോ ഡിഫക്റ്റ്, ആ ഡിഫക്റ്റ് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഡിഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം കൃത്യമായിട്ടുള്ള ഡിഫക്റ്റ് ഇല്ലാത്ത ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരിക്കൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡോക്യുമെൻ്റ് നിങ്ങളുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിലാണ് നിങ്ങളുടെ ഡിഫക്റ്റ് എങ്കിൽ അവിടെ കാണിക്കും ഡിഫക്റ്റ് ഇൻ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എന്ന് കാണിക്കും. അപ്പോൾ നിങ്ങൾ ആ ഡിഫക്റ്റ് എന്താണ് എന്നുള്ളത്, നിങ്ങൾ അപ്ലോഡ് ചെയ്ത നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിലെ ഡിഫക്റ്റ് എന്താണ് എന്ന് കറക്റ്റ് മനസ്സിലാക്കിയ ശേഷം പുതിയ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതായത് ഡിഫക്റ്റ് ഇല്ലാത്ത നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ പേര്, ഫോട്ടോ, ഒപ്പ് ഇതിലേതെങ്കിലുമാണ് വ്യത്യാസം ഉണ്ടെങ്കിൽ പ്രൊഫൈൽ ഡിഫക്റ്റ് എന്ന് പരാമർശിച്ച് ഇമെയിലായിട്ട് cek.info.cee@kerala.gov.in എന്ന ഈ ഇമെയിലിലേക്ക് 12/5/2025 വൈകുന്നേരം 3 മണിക്കുള്ളിൽ അറിയിക്കേണ്ടതാണ്. അത് പ്രൊഫൈലിൽ നിങ്ങളുടെ യഥാർത്ഥ പേരിലോ ഫോട്ടോയിലോ ഒപ്പിലോ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ ഇമെയിൽ വഴി അയക്കേണ്ടത്. അല്ലാത്ത ഡിഫക്റ്റുകളാണെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാനുള്ള ആ ഒരു സൗകര്യം അവിടെ നിലവിലുണ്ടാവും. അതിലൂടെ നിങ്ങളുടെ ഡിഫക്റ്റ് ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അവകാശപ്പെട്ടിരിക്കുന്ന സംവരണം ആനുകൂല്യം ലഭിക്കുന്നത് കേരളീയനായ കാൻഡിഡേറ്റ്സിന് മാത്രമാണ്. കേരളൈറ്റ് എന്ന കാറ്റഗറിയിൽ വരുന്ന കാൻഡിഡേറ്റ്സിന് മാത്രമാണ് സംവരണം അനുവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാറ്റിവിറ്റി തെളിയിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ, നാറ്റിവിറ്റി തെളിയിക്കാൻ ആവശ്യമായ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് SLC ബുക്കാണ്. SLC ബുക്കിൽ നിങ്ങളുടെ നാറ്റിവിറ്റി പ്ലേസ് ഓഫ് ബർത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നാറ്റിവിറ്റി തെളിയിക്കാനുള്ള രേഖയായിട്ട് സ്വീകരിക്കും. അതല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സ്ഥലം രേഖപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ജനനസ്ഥലം രേഖപ്പെടുത്തിയിരിക്കുന്ന ജനന സർട്ടിഫിക്കറ്റും നാറ്റിവിറ്റി പ്രൂഫായിട്ട് സ്വീകരിക്കും. അതുമല്ലെങ്കിൽ കേരളത്തിലെ നിങ്ങളുടെ ജനനസ്ഥലം രേഖപ്പെടുത്തിയിരിക്കുന്ന പാസ്പോർട്ടും നിങ്ങളുടെ നാറ്റിവിറ്റി പ്രൂഫായിട്ട് സ്വീകരിക്കും. അപ്പോൾ ഇതൊന്നും അല്ലാത്ത, അല്ലെങ്കിൽ ഇതൊന്നും ഈ കേരളത്തിലെ ജനനസ്ഥലം രേഖപ്പെടുത്താത്ത ഏതെങ്കിലും സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞതല്ല നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിനും ഡിഫക്റ്റ് അല്ലെങ്കിൽ അവിടെ മെമ്മോ തന്നിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ നാറ്റിവിറ്റി പ്രൂവ് ചെയ്യാനുള്ള രേഖകളിൽ ഡിഫക്റ്റ് ഉള്ളവർക്ക് അവരുടെ സംവരണവും ആനുകൂല്യം കൂടി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനാൽ കൃത്യമായിട്ടുള്ള നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാൻഡിഡേറ്റ്സിന്, അതായത് നാറ്റിവിറ്റി കൃത്യമായിട്ടില്ല എങ്കിൽ ആ കാൻഡിഡേറ്റ്സിന് ഏത് സംവരണത്തിന് അർഹത ഉണ്ടെങ്കിലും അത് നൽകുന്നതല്ല. നിങ്ങൾ എത്ര അതിന് കൃത്യമായിട്ടുള്ള ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കേരളൈറ്റ് എന്നുള്ള ആ ഒരു പദവി അല്ലെങ്കിൽ ആ ഒരു സൗകര്യം ഇല്ലാത്തതിനാൽ, കേരളൈറ്റ് ആയിട്ട് പരിഗണിക്കാൻ പറ്റാത്തതിനാൽ നിങ്ങൾക്ക് ആ സംവരണം ആനുകൂല്യം ലഭിക്കില്ല എന്നുകൂടി മനസ്സിലാക്കുക. കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ
ഹെൽപ്പ് ലൈൻ നമ്പറായ 0471233220 എന്നുള്ള നമ്പറിൽ വിളിച്ച് അന്വേഷിക്കുക. വീഡിയോ വാച്ചിന് നന്ദി, നമസ്കാരം.